ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വേദിയിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗം എന്ന നിലക്ക് ഒന്ന് രണ്ട് വാചകങ്ങൾ ചേർത്ത് വെക്കാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും ടെൻഷൻ അടിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഉപയോഗിക്കുന്ന ഫോണ് ബസ്സിൽ വെച്ച് പെട്ടെന്ന് കാണാതാകുമ്പോൾ സ്ഥിരമായി വെക്കുന്ന ബാഗിലെ ആ ബാഗിൻ്റെ പോക്കറ്റിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറി വെച്ചപ്പോഴേക്ക് നമ്മളാകെ ബേജാറായി അത് തപ്പുന്നു, അത് തിരയുന്നു. അതല്ലെങ്കിൽ കയ്യിൽ കരുതിയ പണം കണ്ടക്ടർ ചോദിച്ചപ്പോൾ അത് കാണാതിരിക്കുമ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ അസ്വസ്ഥരാകുന്നു. എന്നും 9 മണിക്കെത്തുന്ന ഉപ്പ 10:30 മണിയും കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരാതിരിക്കുന്നത് കാണുമ്പോൾ വീടിൻ്റെ ജനവാതിൽ തുറന്നിട്ട് പുറത്തെ കാലടിപ്പാടുകൾക്ക് കാതോർത്ത് ആ പിതാവിൻ്റെ വരവും കാത്ത് നമ്മൾ ഇരിക്കുന്നു. ഞാൻ പറയുന്നത്, ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ, വിവിധ മേഖലകളിൽ, വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ ടെൻഷൻ അടിക്കുന്നവരും ബേജാറാകുന്നവരും അസ്വസ്ഥരാകുന്നവരുമാണ് നമ്മളെല്ലാവരും, ചെറുതും വലുതുമായ നൂറുകണക്കിന് കാര്യങ്ങളിൽ. അതേ അസ്വസ്ഥത എൻ്റെ വീട്ടിൽ എൻ്റെ ശ്വാസം നിലക്കുന്നതോടുകൂടി എന്നെ ഒരു കട്ടിലിൽ നിവർത്തിക്കിടത്തുമെന്നും, എന്നെ കാണേണ്ടവർ വന്ന് കണ്ട് അവർ മുറ്റത്തേക്കിറങ്ങി കുറച്ച് കഴിയുമ്പോൾ ഗേറ്റും കടന്ന് എൻ്റെ മേനിയെടുത്ത് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമെന്നും ചിന്തിച്ച് നമ്മൾ എത്ര തവണ അസ്വസ്ഥമായിട്ടുണ്ട് എന്നത് വളരെ ബോധപൂർവം നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതിൻ്റെ പേരിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? വ്യക്തിജീവിതത്തിൽ നമ്മൾ കരയുകയും നമ്മൾ അസ്വസ്ഥരാവുകയും നമ്മൾ വിഷമിക്കുകയും ചെയ്ത ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ചില ജനാസകൾക്ക് മുന്നിൽ, ചില ദുരന്തങ്ങൾക്ക് മുന്നിൽ, ചില പ്രതിസന്ധികൾക്ക് മുന്നിൽ, ചില പ്രയാസങ്ങൾക്ക് മുന്നിൽ, വേറെ ചിലപ്പോൾ ഏതെങ്കിലും ഫിലിമിലെ ഏറ്റവും ക്ലൈമാക്സ് ആയി മാറുന്ന ഒരു രംഗത്തിന്റെ മുന്നിൽ, അതല്ലെങ്കിൽ മാറി മാറി വരുന്ന സീരിയലിലെ വ്യത്യസ്ത എപ്പിസോഡുകൾക്ക് മുന്നിൽ, കഥാപാത്രത്തിന്റെ നായികയുടെ നായകന്റെ കമന്റ്സുകൾക്ക് മുന്നിൽ, വേർപിരിയലുകൾക്ക് മുന്നിൽ ഒക്കെ നമ്മൾ കരഞ്ഞിട്ടുണ്ടാകും. എനിക്ക് തോന്നുന്നു ഈ ഗേൾസ് ഗ്യാതറിംഗ് നമുക്ക് നൽകേണ്ട പുതിയൊരു കരുത്ത് ഖബറിനെ സംബന്ധിച്ചും പരലോകത്തെ സംബന്ധിച്ചും മരണത്തെ സംബന്ധിച്ചും ഓർത്ത് കരയാനുള്ള ഹൃദയത്തിന്റെ ശക്തിയാണ്. ആ കണ്ണീര് കണ്ണിൽ നിന്ന് വരുന്നതല്ല, നേരെ മറിച്ച് ആ കണ്ണീര് ഹൃദയത്തിൽ നിന്നുയരുന്നതാണ്. അങ്ങനത്തെ ഒരു കർമ്മശക്തിയാണ് ഇതുപോലത്തെ സംഗമങ്ങളിലൂടെ, ഇരുത്തങ്ങളിലൂടെ യഥാർത്ഥത്തിൽ നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. പല മാനസികാവസ്ഥകളിലൂടെ വന്നവരുണ്ട്, പല മാനസികാവസ്ഥകളിൽ ഇവിടുന്ന് പോകുന്നവരുമുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് എൻ്റെ സഹോദരിമാർക്ക് ഉറപ്പു തരാൻ സാധിക്കും: ഇത്തരം സംഗമങ്ങളിൽ നിന്ന് വൈജ്ഞാനികമായി, അക്കാദമികമായി, അതല്ലെങ്കിൽ വളരെ ഡെപ്തുള്ള എത്ര വൈജ്ഞാനിക ചർച്ചകൾ കിട്ടി എന്നതിൻ്റെ അപ്പുറത്ത് മനസ്സിൽ സൂക്ഷിക്കാൻ ചില വ്യക്തമായ ഉത്തരങ്ങളും ചില നിലപാടുകളും നേടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് സമ്പൂർണ്ണമാണ്. പ്രഫ്കോണിന്റെ ഫീഡ്ബാക്ക് ഫോമുകൾ, അതിലേറ്റവും മനോഹരമായ ഫീഡ്ബാക്ക് ഫോമുകൾ കളക്ട് ചെയ്ത് MSMന്റെ ജനറൽ സെക്രട്ടറി ഒരു ഫയൽ എനിക്ക് തന്നിരുന്നു. അത് വായിച്ചപ്പോൾ അതിൽ ഞാൻ ഒരു പെൺകുട്ടി എഴുതിയ വാചകം കണ്ടു: എനിക്കറിയില്ല എൻ്റെ കഴിഞ്ഞ 20 വർഷം ഞാൻ എന്തിനാണ് ജീവിച്ചതെന്ന്. ഇനിയുള്ള എൻ്റെ ജീവിതയാത്രയിലെ എൻ്റെ യാത്രാ ദൂരം എങ്ങനെ ഞാൻ നിർവഹിക്കണമെന്ന തിരിച്ചറിവ് എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് കുട്ടി എഴുതി വെച്ചത്. അങ്ങനത്തെ ചില തിരിച്ചറിവുകളാണ് ഇത്തരം സംഗമങ്ങൾ നിങ്ങൾക്ക് നൽകേണ്ടത്. ഇത് നിലനിർത്തിപ്പോകണമെങ്കിൽ പലപ്പോഴും ഈ രംഗത്തുള്ള ഒരു പ്രതിസന്ധി, ഇങ്ങനത്തെ കാര്യങ്ങളിൽ, സദസ്സുകളിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ വന്നിരിക്കുമ്പോൾ, കാര്യങ്ങൾ കേൾക്കുമ്പോൾ രണ്ട് കണ്ണും നിറയെ പലതവണ കണ്ണീരൊഴുക്കി ഇനി ഒരിക്കലും ഞാൻ ആ തിന്മയിലേക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് മനസ്സുകൊണ്ട് അതിനോട് രാജിയായി പോയാലും ദിവസങ്ങളും മാസങ്ങളൊക്കെ കഴിയുമ്പോൾ, ഹേമന്തങ്ങളും വസന്തങ്ങളും കടന്നു പോകുമ്പോൾ, ഇടിയും കാറ്റും മഴയുമായി കാലവർഷവും വേനലുമൊക്കെ അങ്ങനെ തീർന്നു പോകുമ്പോൾ വീണ്ടും അതേ തിന്മയിലേക്കും അതേ പ്ലാറ്റ്ഫോമിലേക്കും നമ്മൾ എത്തിയിട്ടുണ്ടാകും. പിന്നെ ഇതേപോലത്തെ ഒരു സംഗമത്തിൽ വീണ്ടും വരുമ്പോൾ അതിന്റെ ഫീഡ്ബാക്ക് ഫോമിന്റെ അവസാനത്തിൽ നമ്മൾ എഴുതി വെക്കും: പണ്ട് ഞാൻ ഇങ്ങനെ പല തീരുമാനം എടുത്തിരുന്നു, നടക്കാതെ പോയി, അങ്ങനെ ആകാതിരിക്കട്ടെ. അതില്ലാതിരിക്കണമെങ്കിൽ വളരെ അടിസ്ഥാനപരമായി നമുക്ക് വേണ്ടത്, വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞതുപോലെ, കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി
എന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തുണ്ട്. ആ ആയത്തിന്റെ സാരാംശത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു പദ്ധതി നിങ്ങൾ സ്വയം ഉണ്ടാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. MSMO MSMന്റെ ഗേൾസ് വിങ്ങോ വിളിക്കുന്ന അടുത്തൊരു ക്യാമ്പ് വരെ കാത്തു നിൽക്കുന്നതിന് പകരം കിതാബുൻ അൻസൽനാഹു ഇലൈക്, നബിയെ അങ്ങേക്ക് നാം ഒരു വേദഗ്രന്ഥത്തെ ഇറക്കി തന്നിരിക്കുന്നു, മുബാറക്കുൻ അത് അനുഗ്രഹീതമാണ്, ലിയദ്ദബ്ബറു ആയാതിഹി അതിലെ വചനങ്ങളെ സംബന്ധിച്ച് അവർ ഉറ്റാലോചിക്കാൻ വേണ്ടി. വിശുദ്ധ ഖുർആൻ ഓതുമ്പോ ആ ഖുർആനിലെ ചില വചനങ്ങൾ എത്തുമ്പോ ചിലപ്പോൾ നമുക്ക് ഫോൺ എടുക്കേണ്ടി വരും. ഫോൺ എടുത്തിട്ട് ചിലപ്പോൾ ഉപ്പാനെ വിളിക്കേണ്ടി വരും. എന്താ? പലിശയെ സംബന്ധിച്ചുള്ള ആയത്താണ് ഓതിയത്. പലിശ എടുത്ത ഒരു വ്യക്തി, ആ പലിശ എടുത്ത വ്യക്തിയുമായി അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ വാപ്പാനെ വിളിച്ച് പറയേണ്ടി വരും, ഉപ്പാ നമ്മളെ വീടിന്റെ അത്ര വലുപ്പം നമ്മളെ വീടിന് വേണ്ട, 3000 സ്ക്വയർ ഫീറ്റ് അല്ലേ വേണ്ട, പലിശ എടുത്തിട്ടൊരു വീടുണ്ടാക്കിയാൽ പലിശയുമായി ബന്ധപ്പെടുന്നവൻ അവന്റെ ഉമ്മയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നവനെ പോലെയാണെന്നുള്ള ഹദീസും ഇങ്ങനെ ഒരു ആയത്തും ഞാൻ അമാനിമൂരിന്റെ പരിഭാഷ ഹോസ്റ്റലിൽ ഇരുന്ന് വായിച്ചപ്പോൾ കണ്ടു. അതുകൊണ്ട് നമുക്കത് വേണ്ട, നമുക്കൊരു ചെറിയ വീട് മതി. ചെത്തിത്തേക്കാത്ത നിലത്ത് ആ പുൽപ്പായയിൽ കിടന്നുറങ്ങേണ്ടി വന്നാൽ ഉപ്പ ഒരു പ്രശ്നമല്ല. കാരണം നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായി ഓർമ്മ വരികയാണ് വാപ്പയും ഉമ്മയും തമ്മിലുള്ള സംസാരം. മോൾക്ക് 20 വയസ്സായി, അവളെ കല്യാണം കഴിച്ചു വിടണം, നല്ലൊരു വീട് വേണം എന്ന ചർച്ചകളൊക്കെ അവർ നടത്തിയിട്ടുണ്ടാകും. അതല്ലെങ്കിൽ നമ്മളെ നമുക്കുള്ള ചില ബന്ധങ്ങൾ മുറിച്ചു നീക്കുന്ന രീതിയിലായിരിക്കും ആ ഇടപെടൽ. ചിലപ്പോ ഉമ്മനെ വിളിച്ചിട്ട് വലാ തഖുൽ ലഹുമാ ബി ഉഫിൻ, ഏയ് ഛേ എന്ന് പോലും നീ നിന്റെ ഉമ്മനോട് പറയരുത്. ആയത്ത് വായിക്കുമ്പോ ഞാൻ ഛേ നല്ലല്ലോ പറയല്ലോ പഠിച്ചോനെ, എന്റെ ഉമ്മച്ചിനോട് ഞാൻ എന്തെല്ലാം ഡയലോഗ് അടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ ആകെ ചെന്ന 4 ദിവസത്തിലെ 3 ദിവസവും പിണങ്ങി നിൽക്കുകയാണ് ചെയ്തത്. എന്തിന്റെ പേരിലാണ്? 10 മാസം എന്നെ ഗർഭത്തിലെത്തിയ എന്റെ പ്രിയപ്പെട്ട മാതാവിനോട് ഞാൻ പറഞ്ഞ വാചകങ്ങൾ എനിക്കെന്റെ റബ്ബ് പുറത്തു തരുമോ? അപ്പൊ ചിലപ്പോ ലിയദ്ദബ്ബറു ആയാതിഹി ആയാത്തിനെ സംബന്ധിച്ച് ആത്മാർത്ഥമായി ചിന്തിച്ചാണ് മുന്നോട്ട് പോകുമ്പോ ഫോൺ എടുത്ത് നമ്മൾ പൊട്ടി കരയേണ്ടി വരും. അതുകൊണ്ട് ഒന്നാമത്തെ ഒരു നിർദ്ദേശം എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത്, ഖുർആനിനെ നമ്മളെ കൂട്ടുകാരനാക്കി മാറ്റുക എന്നുള്ളതാണ്. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖൽബി, അല്ലാഹുവേ ഖുർആനിനെ നീ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയൊരു ദുആ ഉണ്ട്. അപ്പോ ഖുർആനും ഹൃദയവും തമ്മിലുള്ള വസന്തത്തിൽ വേനലുണ്ട്, മഴക്കാലുണ്ട്, അല്ലേ? അതേപോലെ തന്നെ വസന്തമുണ്ട്, കൊടുംവേനലുണ്ട്, ഒക്കെ ഉണ്ട്. എന്താ വസന്തത്തിന്റെ പ്രത്യേകത? മഞ്ഞ് പെയ്യുന്ന, പൂമ്പാറ്റ പറക്കുന്ന, മനോഹരമായ പുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്ന, പൂക്കളുടെ സുഗന്ധം പരക്കുന്ന വസന്തമാക്കി എന്റെ ഹൃദയത്തെ നീ മാറ്റണമെന്നാണ്. നമ്മളും ഖുർആനും തമ്മിലുള്ള ബന്ധം എന്ത് എന്നത് പരിശോധനാ വിധേയമാക്കണം. ഒരു ഹദീസിൽ കാണാം, ഖബറിൽ ഉഹദ് മലയുടെ മുകളിൽ തച്ചാൽ ആ ഉഹദ് മല തകർന്നു പോകാൻ മാത്രം ശക്തിയുള്ള ദണ്ടും കൊണ്ട് ഒരു മലക്ക് വരുമെന്നാണ്. ആ മലക്ക് വരുമ്പോൾ ഖബറിൽ തലയുടെ ഭാഗത്തുകൂടെ വരുമ്പോ സ്വതക്ക പറയും, ഇയാൾ സ്വതക്ക കൊടുത്ത ആളാണ്, ഈ ഭാഗത്തുകൂടെ പ്രവേശിക്കാൻ പറ്റൂല. കാലിന്റെ ഭാഗത്തൂടെ വരുമ്പോ അവിടുന്ന് നമസ്കാരത്തിലേക്ക് നടക്കുക എന്ന പുണ്യകർമ്മം പറയും, ഈ വഴിക്ക് വരണ്ടാന്ന്. ഇടത്തു ഭാഗത്തുകൂടെ വരുമ്പോ ഖുർആൻ പറയും, ഇയാൾ ഖുർആൻ ഓതിയ ആളാണ്, ആ വഴിക്ക് വരണ്ടാന്ന്. അതുകൊണ്ട് ഒന്നാമത്തെ ഒരു കാര്യം, നമ്മൾ ഖുർആനുമായിട്ടുള്ള നല്ലൊരു ബന്ധം. അതിനെന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? ഒന്ന്, നമ്മളെ കട്ടിയുള്ള പഠന പുസ്തകങ്ങളുടെ കൂടെ തന്നെ അമാനി മൗലവിന്റെ 1-ാം വാള്ളി നമ്മൾ വാങ്ങണം. 350 രൂപയുള്ളൂ. നമ്മൾ പാരന്റ്സിനോട് പറഞ്ഞിട്ട് വീട്ടിലേക്കൊരു സെറ്റും വാങ്ങണം, നമുക്കൊരു സെറ്റും വാങ്ങണം. എന്നിട്ട് അതിൽ 1-ാമത്തെ ആയത്ത് മുതൽ വായന തുടങ്ങണം. ഒരു നല്ല വഴിയാണ്. 2, CRE എന്നുള്ളത് ഏറ്റവും വലിയ സുരക്ഷിതത്വമാണ്. ഏറ്റവും വലിയ സുരക്ഷിതത്വം, അല്ലെ? ബിരിയാണിന്റെ രുചി അറിയണമെങ്കിൽ ബിരിയാണി കഴിക്കണം. കഴിച്ചോന് മാത്രമേ അതിന്റെ അനുഭൂതി പറയാൻ പറ്റുള്ളൂ, അല്ലെ? അതല്ലെങ്കിൽ താജ്മഹലിന്റെ മനോഹാരിത പറയണമെങ്കിൽ താജ്മഹൽ കാണണം. CREയെ ആത്മാർത്ഥമായി ഉൾക്കൊണ്ടതിൽ ഇരുന്ന ഒരാൾക്ക് CRE വലിയ വെളിച്ചവും വലിയ പിടിച്ചു നിൽക്കാനുള്ള പവറാണ് യഥാർത്ഥത്തിൽ കൊടുക്കുന്നത്. എത്രയോ അനുഭവങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഏറ്റവും ചുരുങ്ങിയ മിനിറ്റുകളിലേക്ക് എന്റെ സംസാരം ചുരുക്കണിന്റെ ഭാഗമായിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോ നിങ്ങൾക്കൊരു പ്രവർത്തന പദ്ധതി ഏൽപ്പിക്കുകയാണ് ഞാൻ. പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഒരു CREന്റെ ഫാക്കൽറ്റിയായി എന്തുകൊണ്ട് എനിക്ക് മാറിക്കൂടാ നിങ്ങൾ ചോദിക്കുക. ഇൻഷാ അല്ലാഹ് MSMന്റെ ഗേൾസ് വിങ്ങിനൊക്കെ അങ്ങനെ ഒരു ഫാക്കൽറ്റിയായി നിങ്ങൾക്ക് സ്വയം മാറാനുള്ള ട്രെയിനിങ് തരാൻ പറ്റും. നിങ്ങളെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് അറിയാത്ത കാര്യങ്ങളുണ്ട്, അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പരിഹരിക്കാൻ വേണമെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ സ്കോളേഴ്സ് ഉണ്ടാവും, നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ആ ചോദ്യങ്ങൾക്ക് വോയിസ് ആയിട്ടോ അല്ലാതെ ആ വോയിസ് ഒരിക്കലും വേറെ പുറത്തെവിടെയും പേസ്റ്റ് ചെയ്യൂല എന്ന് നമ്മൾ ഉറപ്പിക്കണം. കാരണം ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ നിന്ന് ഉത്തരം പറഞ്ഞ ആ ആൻസർ വേറെ സ്ഥലത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ അത് വേറൊരാൾക്ക് വേണമെങ്കിൽ മതരംഗത്ത് ശബ്ദങ്ങളും ക്ലിപ്പുകളും മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് തെറ്റായി ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളൊരു ടാസ്ക് ഏൽപ്പിക്കുകയാണ്. എന്റെ ക്യാമ്പസിലെ
എന്റെ ഫ്രണ്ട്സിന് 10-30 ഗേൾസിന് മാത്രം ഒരു സിയാർ തുടങ്ങുകയും അവിടെ എന്തുകൊണ്ട് എനിക്കൊരു ഫാക്കൽറ്റി ആയിക്കൂടാ, അല്ലെ? അവിടെ എന്തുകൊണ്ട് എനിക്കൊരു ഫാക്കൽറ്റി ആയിക്കൂടാ? വേണമെങ്കിൽ സ്ലൈഡ് പ്രസന്റ് ചെയ്ത് തന്നെ ആകാം. നല്ല സാമ്പത്തികാവസ്ഥ ഉണ്ട് എന്റെ ഒപ്പാക്ക്, മൊബൈലിൽ നല്ല സ്ലൈഡ് പ്രദർശിപ്പിക്കാവുന്ന വിധമുള്ള LCD ക്യാമറ സെറ്റപ്പോട് കൂടിയുള്ള ഒരു ഫോൺ എനിക്ക് എന്റെ ഇക്കാക്കാനോട് വരുത്തിക്കാൻ പറ്റും. എന്നിട്ട് എന്റെ ക്യാമ്പസിൽ ഞാൻ ആരംഭിക്കും. അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റീവായ ചിന്തകളാണ് യഥാർത്ഥത്തിൽ വരേണ്ടത്. ഇങ്ങനത്തെ കുറെ പണികളിലേക്ക് പോകുമ്പോൾ എന്താ പറയുക, ഫ്രീ ടൈം ഉണ്ടാവില്ല. നമ്മൾ ഇതിന്റെ ടെൻഷനിലായിരിക്കും. MSMയിലുള്ള ഓരോ വ്യക്തിയും MSMയിൽ നിൽക്കുന്നതിന്റെ ഒരു കാരണം അതാണ്. രാവിലെ 6 മണിക്ക് രാത്രി 3 മണിക്ക് കിടന്ന ഒരാള് ചെന്നുറങ്ങുമ്പോഴേക്ക് എണീക്കാനായി, 6 മണിക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനായി, അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാനായി. പുറത്തുള്ളൊരു പോസ്റ്റർ നോക്കാൻ പോലും, അല്ലെ, വൃത്തികെട്ടൊരു പോസ്റ്റർ നോക്കാൻ പോലും അവർക്ക് സമയം കിട്ടുന്നില്ല. ഒഴിവ് സമയത്ത് നമുക്ക് വ്യവസ്ഥാപിതമായിട്ട് ഉപയോഗിക്കാം. ഇതേപോലെ നിങ്ങൾക്ക് വ്യത്യസ്തമായ ഇംഗ്ലീഷിലും അല്ലാതൊക്കെ എഴുതപ്പെട്ട ഇഷ്ടം പോലെ അറബിക് സ്റ്റുഡൻസിന് അറബിയിൽ എഴുതപ്പെട്ട, ഇംഗ്ലീഷ് നന്നായി അറിയുന്ന കുട്ടികൾക്ക് ആ ഭാഷയിൽ എഴുതപ്പെട്ട ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ടാവും. മൊത്തത്തിൽ ഇപ്പൊ നമസ്കാരമായിട്ട് ബന്ധപ്പെട്ട് സിഫത്തു സലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തത് ഒരു സ്കോളർ അല്ല, അറബി പഠിച്ച ആഴത്തിൽ പഠിച്ച ഒരു സ്കോളർ അല്ല, മാത്തമാറ്റിക്സിന്റെ ഒരു ടീച്ചറാണ്. അയാൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പണ്ഡിതന്മാരെ കാണിച്ചു, പരിഭാഷ ഇതും തമ്മിൽ കമ്പയർ ചെയ്തു. അതുകൊണ്ട് ഞാനൊരു ടാസ്ക് നിങ്ങളെ ഏൽപ്പിക്കാണ്, അങ്ങനത്തെ ട്രാൻസ്ലേഷനുകൾ നിർവഹിക്കുക. അതേപോലെ ഇപ്പൊ ഹുസൈൻ സലഫിയെ പോലെയുള്ള നമ്മുടെ വലിയ പണ്ഡിതന്മാര് 40-60 ഡിസ്കുകളിലായി പരലോകത്തെ സംബന്ധിച്ച് ഘട്ടം ഘട്ടമായി സംസാരിച്ച ഡിസ്കുകൾ ഉണ്ടാവും. അത് കേട്ടിട്ട് അതിന് ഹിൻസ് ഉണ്ടാക്കിയിട്ട് മൊത്തം അത് നമുക്ക് എന്ത് ചെയ്യാം, അത് പകർത്തി എഴുതാം. പകർത്തി നിങ്ങൾ എഴുതിയത് ഹുസൈൻ സലഫി വായിച്ച് നമുക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിക്കും. ഇതൊക്കെ നിങ്ങളെ പഠന തിരക്കിന്റെ ഇടയിൽ തന്നെ ഒരു കൊല്ലത്തെ ടാസ്കായി ഇങ്ങനത്തെ ഒരു വർക്ക് നമ്മൾ ഏറ്റെടുക്കുന്നു. ഇത്തരം ചില പ്രൊഡക്റ്റീവായ പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ സമയത്തെ ഫലപ്രദമായി ഉപയോഗിക്കാനും ഒരു സ്വയം സുരക്ഷിതത്വം ഒരുക്കാനും പറ്റും. ഇൻഷാ അല്ലാഹ് ഈ ഗേൾസ് ഗ്യാദറിംഗിന്റെ ഭാഗമായി MSM പ്രഖ്യാപിക്കുന്ന ഒരു പദ്ധതി ഇവിടെ പ്രഖ്യാപിക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാ ആഴ്ചയും ഒരു ഖുർആൻ ക്ലാസ്, അതിന്റെ വിശദാംശം, അതിന് പരീക്ഷയുണ്ട്, ഒക്കെ ഉണ്ട്. അതെങ്ങനെയെന്നുള്ളത് ഇൻഷാ അല്ലാഹ് അത് വഴിയെ നമുക്ക് വിശദീകരിക്കാൻ പറ്റും. നമുക്ക് ആ ക്ലാസ് നമ്മുടെ സമയം അനുസരിച്ച് ഡൗൺലോഡ് ചെയ്ത് കേൾക്കാൻ കഴിയുന്നു. അതിന്റെ ചോദ്യോത്തരം വരുമ്പോൾ സമയബന്ധിതമായി അതിന് ഉത്തരം കൊടുക്കാൻ സാധിക്കുന്നു. സംസ്ഥാന തലത്തിലോ അല്ലാത്ത രീതിയിലോ അതിന് അവാർഡുകളും കാര്യമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ വിശദാംശത്തിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ കണ്ട ഏതോ ഒരു ചോദ്യത്തിലെ വരികൾ എന്റെ മനസ്സിൽ വല്ലാതെ ഉടക്കി നിൽക്കുന്നുണ്ട്. എനിക്കൊരു MSMകാരനെ വിവാഹം കഴിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ അയാളുടെ തിരക്കുകൾ എന്റെ ജീവിതത്തെ, എന്റെ വിവാഹ ജീവിതത്തെ ബാധിക്കുമോ എന്നാണ്. ഞാൻ വേറൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞുതരാം. എന്റെ സഹോദരൻ അത്തീഫ്, അദ്ദേഹം മരണപ്പെട്ടു, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. 70 വയസ്സായ കുഞ്ഞിനെ തന്റെ പ്രിയതമയുടെ കൈത്തണ്ടയിൽ ഏൽപ്പിച്ചിട്ട്, നീ നോക്ക്, നമ്മുടെ മകൻ ഏറ്റവും നല്ലൊരു കുഞ്ഞായി, മാതൃകായോഗ്യനായ ഒരു കുട്ടിയായി അവൻ വളരട്ടെ എന്ന് പറയാതെ പറഞ്ഞ അയാൾ തിരിച്ചുപോയെങ്കിൽ, അങ്ങനെ ഭർത്താവ് തിരിച്ചുപോയ നമ്മൾ എന്ത് ചെയ്യും? വിധവയായി കാലം കഴിക്കുന്നു നമ്മൾ, അല്ലെ? നിലാവുള്ള രാത്രിയിൽ പുറത്ത് ജ്വലിച്ചു കത്തുന്ന ചന്ദ്രന്റെ പ്രകാശം വീടിന്റെ ജനവാതിലിലൂടെ തുറന്നു നോക്കുമ്പോൾ ഒരുപക്ഷെ ഇരുട്ടിലെ ആ നിഴലുകളിൽ സ്വന്തം ഭർത്താവ് പ്രത്യക്ഷപ്പെട്ടതുപോലെ തോന്നി അങ്ങോട്ടും നോക്കി കണ്ണീർ വാർത്തിരിക്കേണ്ട മഹാദുരന്തങ്ങൾക്ക് സാക്ഷിയായ എത്ര വിധവകൾ, പ്രായം തികയാത്തത്ര വിധവകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. ഇവിടെ ഇത് ഓർഗനൈസ് ചെയ്യുന്ന ആളുകളുടെ ഭാര്യമാർക്കറിയാം, ഈ സംഗതികൾ ഓർഗനൈസ് ചെയ്യുന്ന ആളുകളുടെ ഭാര്യമാർക്കറിയാം. രാത്രി 2:30 മണിക്ക് 3 മണിക്ക് അവര് മിസ് കോൾ ഇട്ട് ഭാര്യയെ ഉണർത്തി, ജനലിൽ കൊട്ടി ഭാര്യയെ ഉണർത്തി, ബെല്ലടിച്ചാൽ ബാക്കിയുള്ളവർ ഉണരുമെന്നതുകൊണ്ട്, ക്യാൻസർ രോഗിയായ പിതാവ് അപ്പുറത്തുള്ളത് കൊണ്ട് അദ്ദേഹം ഉണരരുത് എന്നതുകൊണ്ട് അങ്ങനെ വിളിച്ചുണർത്തി അവർ തുറന്നു വരുമ്പോ എങ്ങനെ വരാറിങ്ങള് മുഖത്ത് മുന്നിലേക്ക് വീണ് കിടക്കുന്ന മുടി ഒഴിവാക്കി പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിച്ച് ചൂടാക്കിയ വെള്ളം, കുളിക്കാനുള്ള ചൂടാക്കിയ വെള്ളം ഡെറ്റോളിന്റെ ബോട്ടിലും കൊടുത്ത് കുളിച്ച് റെഡിയായി വരാൻ ആവശ്യപ്പെടുമ്പോഴേക്ക് ഭക്ഷണം പാകം ചെയ്ത് ചൂടാക്കി മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ച് രാത്രി 2:30 മണിക്ക് ചൂടുള്ള ഭക്ഷണം കഴിക്കുന്ന ഭർത്താവിന് ഹൃദയം നിറയെ കണ്ട് അദ്ദേഹത്തിന്റെ മുടിയിഴകളിലൂടെ തടവി അദ്ദേഹത്തെ ഉറക്കിയതിന്റെ ശേഷം ഉറക്കുന്ന ഒരു പെണ്ണിനെ ആകാശത്ത് നിന്ന് മലക്ക് അല്ലാഹു നോക്കുന്നുണ്ട്. എനിക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടാണ് ജിബ്രീൽ, എന്റെ ഇഷ്ടം നീ മലക്കുകളെ അറിയിക്കുക എന്ന് പറയുമ്പോൾ മലക്കുകളെ അറിയിക്കുന്നുണ്ട്. മലക്കുകൾ ആ രാത്രിയിൽ ആ പെൺകുട്ടിക്ക് വേണ്ടി ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ അനുഗ്രഹ പ്രാർത്ഥന നടത്തുന്നുണ്ട്. അങ്ങനെ വേണോ നിങ്ങൾ ആലോചിച്ചോളി. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനത്തെ ഒരു തൗഫീഖിലേക്ക് എത്തിയാൽ ഞങ്ങളോട് പറയണേ, ഒന്നുകിൽ അങ്ങനെ നമ്മൾ ചിന്തിക്കുമെങ്കിൽ വേണ്ടാന്ന് ആദ്യം തീരുമാനിക്കുക. ഒരാൾ ഒരിക്കലും നമ്മൾ നശിപ്പിക്കരുത്. വരികൾ കൊണ്ട്, വാചകങ്ങൾ കൊണ്ട് ഒരു കത്തിയെടുത്ത് കുത്തുണിയിലേറെ തുല്യമായിരിക്കും.
തുറുപ്പിച്ച മുഖവും നിറച്ച കണ്ണും കൊണ്ട് രാത്രി 2 മണിക്ക് വാതിൽ തുറന്നു തന്ന് പുതപ്പിന്റെ ഉള്ളിലേക്ക് ഒരു വാക്കുകൂടി പറയാതെ മടങ്ങുന്ന ഒരു പെണ്ണ് ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം, ഒരു MSM പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, ഒരു ISM പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നെഞ്ചകം പിളർത്തുന്ന ഒരു കാമുകനെ ഉപയോഗപ്പെടുത്തി സ്വന്തം ഭർത്താവിനെ കൊല്ലുന്ന ഒരു സ്ത്രീ ചെയ്യുന്നതിലേറെ ക്രൂരമായിരിക്കുന്ന ഒരു പുരുഷന്റെ മനസ്സിൽ, ഒരു പ്രബോധകന്റെ മനസ്സിൽ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് മദ്യപിച്ച് 4 കാലിൽ വരുന്ന ഒരു ഭർത്താവിനല്ല നമുക്ക് വേണ്ടത്. യോഗം കഴിഞ്ഞ്, മീറ്റിംഗ് കഴിഞ്ഞ്, പ്രഭാഷണം കഴിഞ്ഞ്, പ്രബോധന സംരംഭങ്ങൾ കഴിഞ്ഞ്, ആലോചനാ യോഗങ്ങൾ കഴിഞ്ഞ് അതിർവരമ്പുകളെ ഭേദിക്കുന്ന ഇസ്ലാമിക പ്രബോധനത്തിന്റെ മഹത്തായ അനുഭൂതികളെ നുകർന്നുകൊണ്ടുവരുന്ന വിയർത്ത് തളർന്നൊരു ഭർത്താവിനെ തന്നെയാണ് വേണ്ടത്. കുളിക്കാതെ കൂടെ കിടന്നാലും ആ വിയർപ്പിൽ സന്തോഷത്തിന്റെ പുതിയ ആനന്ദം കണ്ടെത്തുന്ന ഒരു ഭാര്യയായിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മാറേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എനിക്ക് എന്റെ സഹോദരിമാരോട് പറയാനുള്ളത്, ഇന്നലത്തെ ഒരു ഹർത്താൽ ദിനമായി ഇന്നേക്കിത് മാറ്റിവെച്ചപ്പോൾ സംഘടനാ രംഗത്തുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരാശങ്കയുണ്ടായിരുന്നു. ഇന്നലെ ഇശാ നമസ്കാരം കഴിഞ്ഞപ്പോൾ ആത്മാർത്ഥമായി 2 വാചകം ഈ ടാഗോർ ഹാളിലെ ഈ സദസ്സിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇതിനെ വിലയിരുത്തിക്കൊണ്ടുള്ള ചില കമന്റ്സുകൾ കണ്ടപ്പോൾ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി വിചാരിച്ചിരുന്നു. വേറെന്തൊക്കെയോ എവിടെയൊക്കെയോ പൊളിക്കാൻ വേണ്ടിയാണത്രേ ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കാലങ്ങളായി 10-18 വർഷം മാർച്ച് മാസത്തിലെ 2-ാം വെള്ളിയും 2-ാം ശനിയും 2-ാം ഞായറും ഓർഗനൈസ് ചെയ്യുന്ന ആളുകൾ നമ്മൾ എന്തുകൊണ്ട് പിന്നോട്ട് പോന്ന് ഏപ്രിൽ തൊട്ടു മുമ്പത്തെ ഫെബ്രുവരിയിലേക്ക് പോയി എന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരവുള്ളൂ: ഇത് മതമാണ്, ഇത് കൊമ്പ് കോർക്കാനുള്ളതല്ല എന്ന തിരിച്ചറിവ് മാത്രമാണ്. അതിന്റെ സഹായം എല്ലാ രംഗത്തും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വേറെ പലർക്കും നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കൂട്ടുകാരികളുടെ ടാബിൽ, അവരുടെ ഐഫോണിൽ, അവരുടെ ഐപാഡിൽ, അവരുടെ സാംസങ് S4-ൽ, അവരുടെ ഡെസ്ക്ടോപ്പിൽ ഒക്കെ നമുക്ക് പ്രഭാഷണങ്ങൾ എത്തിച്ചു കൊടുക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ ആളുകളെ മാത്രം ഉൾപ്പെടുത്തിയ ഗ്രൂപ്പുകൾ നമുക്കുണ്ടാക്കാം. വനിതകളെ മാത്രം ഉൾപ്പെടുത്തിയത് നമുക്കുണ്ടാക്കാം, അല്ലാത്തതുണ്ടാക്കാം. അതിലൊക്കെ നല്ല കമന്റ്സുകൾ നമുക്ക് പോസ്റ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള വളരെ സൈലന്റായ കുറെ നന്മകൾക്കു വേണ്ടി നമ്മൾ ഓരോരുത്തരും സ്വയം സന്നദ്ധമായി ഇറങ്ങുക. അള്ളാഹുവിന്റെ ദീനിനെ അതിശക്തമായി ശക്തിപ്പെടുത്തി മുന്നോട്ടു പോകുന്ന ആളുകളായി മാറാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. ഞാൻ എന്റെ അവസാനത്തെ വാചകമായി സഹോദരിമാരോട് പറയുന്നു, നമ്മൾ കാണുന്നതൊന്നുമല്ല ജീവിതം. എഞ്ചിനീയറിംഗും കഴിഞ്ഞ്, മെഡിസിനും കഴിഞ്ഞ്, അല്ലെങ്കിൽ അറബിക്കിന്റെ ഒരു കോഴ്സും കഴിഞ്ഞ്, ഒരു ക്ലിനിക്കിലെ GP എടുത്ത് സ്വന്തം കാർ ഡ്രൈവ് ചെയ്ത്, അതല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഭാഗമായി പ്രവർത്തിച്ച്, അങ്ങനെ പലതും നമ്മൾ സ്വപ്നം കാണുന്നു. അതിന്റെയും മുമ്പ് നമ്മുടെ മഹല്ലിലെ 6 അടി മണ്ണിലെ ഒരു ചെറിയ ചാലിലേക്ക് വഴിമാറ്റപ്പെടുന്നതാണ് ജീവിതമെന്ന മഹായാഥാർത്ഥ്യത്തെ വിസ്മരിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കണം. കിനാവുകൾക്ക് അതിർത്തികളും വരമ്പുകളുമില്ല. പക്ഷേ സ്വപ്നങ്ങളും കിനാവുകളും അടർന്നു വീഴുന്ന താരകങ്ങളായി തന്റെ മുന്നിൽ നിലപതിക്കുന്നത്, കണ്ണുമലക്കുമ്പോൾ ആത്മാവ് മടങ്ങുമ്പോൾ കാണുന്ന മഹാദുരന്തത്തിന്റെ സാക്ഷികളായി ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ ചക്രത്തിന്റെ താഴെ, അതല്ലെങ്കിൽ ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ, അതുമല്ലെങ്കിൽ വെന്റിലേറ്ററിൽ, അതുമല്ലെങ്കിൽ ആയക്കടത്തിൽ ജീവിതം ഒരുപക്ഷെ അവസാനിക്കുന്നവരാണ് നമ്മളെന്ന തിരിച്ചറിവാണ് നമ്മളെ നയിക്കേണ്ടത്. ദുരന്തങ്ങൾ നമ്മുടെ അടുത്ത് എത്തൂലെന്ന് ആരും വിചാരിക്കരുത്. നമ്മൾ മരിക്കണിന്റെ മുമ്പ് വാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട് കുടുംബജീവിതത്തിലേക്ക് എത്തുമ്പോൾ ഭർത്താവിനെ ഒരു പ്രത്യേക നിമിഷത്തിൽ നഷ്ടപ്പെട്ട്, പ്രവാസിയായ ഭർത്താവ് 12-ാം തീയതി മക്കൾക്ക് ചോക്ലേറ്റും തനിക്ക് വസ്ത്രവും സമ്മാനങ്ങളുമായി വരേണ്ട ഭർത്താവിനെ ഫ്രീസറിൽ കടത്തി. കഴിഞ്ഞ തവണ ഭർത്താവ് വന്ന അതേ ഫ്ലൈറ്റിന്റെ ലഗേജ് എടുക്കുന്നിടത്ത് അദ്ദേഹത്തിന്റെ ചലനമറ്റ മേനി ഫ്രീസറിൽ വെച്ച് വീട്ടിലെ മുറ്റത്ത് കൊണ്ടുവന്നാക്കുമ്പോൾ ആ മുഖം തുറന്നു നോക്കി, ആ തുറന്നു കണ്ട മുഖത്തിന്റെ മുന്നിൽ ആർത്തു കരയാതെ പിടിച്ചു നിൽക്കാൻ, ഇനിയും ജീവിക്കാനുള്ള കരുത്തിന്, നഷ്ടപ്പെട്ട പിതാവിന്റെ മേനിക്ക് മുന്നിൽ ഉപ്പക്ക് നെഞ്ചത്ത് കൈവച്ച് ജനാസ നമസ്കരിക്കാൻ, അതല്ലെങ്കിൽ ഉമ്മയുടെ ജനാസ കുളിപ്പിക്കാൻ, ഉമ്മന്റെ ജനാസ കുളിപ്പിക്കുമ്പോൾ എണീപ്പിച്ചിരുത്തിയിട്ട് വയറ്റത്ത് നന്നായി ഞെക്കിയിട്ട് കയ്യിൽ ശീല കെട്ടി കാല് രണ്ടും വിടർത്തി വെച്ച് വയറ്റിലെ വേസ്റ്റ് എടുത്തൊഴിവാക്കി അവരെ കഫൻ പുടവയിലേക്ക് എടുത്തുവെച്ച് കർപ്പൂരം അവരുടെ ശരീരത്തിൽ ചിന്തി ആ ജനാസ എടുത്തു കൊടുക്കാനുള്ള മനക്കരുത്തോടുകൂടെ മുന്നോട്ട് പോകാൻ നീ നൽകിയത് തടയാൻ, നീ തടഞ്ഞത് നൽകാൻ
ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല റബ്ബേ. ഇതൊക്കെ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കും മുമ്പ് പേനെഴുതി വെച്ച മഹാ യാഥാർത്ഥ്യങ്ങളാണെന്ന ബോധത്തോടു കൂടെ പോകാൻ നമുക്ക് സാധിക്കണം. അവിടെ ഏതു ദുരന്തത്തിന്റെയും മുന്നിൽ പുഞ്ചിരിക്കുന്ന പർദ്ദാധാരികളെ സമൂഹത്തിന് കാണാൻ സാധിക്കും. ഗേറ്റും കടന്ന് 13 പെൺകുട്ടികൾ പ്രിൻസിപ്പാളിന്റെ മുന്നിൽ അവര് പർദ്ദയിടാനുള്ള റിക്വസ്റ്റും കൊണ്ട് തിരുവനന്തപുരം പ്രോഫ്കോണിന് പോയ ഒരനുഭവം ആവേശപൂർവ്വം ഞങ്ങൾ പലയിടത്തും പറയാറുണ്ട്. അതിന്റെയും 3-4 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ക്യാമ്പസുകളിൽ പർദ്ദാധാരികളായ പെൺകുട്ടികൾ പ്രൊഫഷണൽ രംഗത്ത്, എഞ്ചിനീയറിംഗ് രംഗത്ത്, മെഡിസിൻ രംഗത്ത്, മറ്റ് റിസർച്ച് മേഖലകളിൽ കടന്നു വരുന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തതും എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു ഇൻഫീരിയോറിറ്റി നമ്മെ നയിക്കരുത്. ഇസ്ലാം എന്ന ചിഹ്നത്തെ പ്രകടിപ്പിച്ചും പ്രത്യക്ഷപ്പെടുത്തിയും ഈ സമൂഹത്തിൽ തലകുനിച്ച് പതിയെ ഒരു മുസ്ലിം വനിതയായി തന്റെ ചുറ്റുമുള്ളവർക്ക് പാഠമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അഹമ്മദ് ദീദാത്ത് എന്ന മഹായോഗിയെ സംബന്ധിച്ച് പറഞ്ഞു ഞാൻ നിർത്തുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം ജോൺ പോൾ മാർപ്പാപ്പ രണ്ടാമനെ ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധിയെ ഡിബൈറ്റിന് ക്ഷണിച്ച അഹമ്മദ് ദീദാത്തിന്റെ ജീവിത രഹസ്യങ്ങൾ മകൻ യൂസുഫ് പറയുന്നിടത്ത് അദ്ദേഹത്തിന്റെ ഉമ്മയെ പറ്റി പറയുന്നുണ്ട്, അഹമ്മദ് ദീദാത്തിന്റെ ഭാര്യയെ പറ്റി പറയുന്നുണ്ട്. അക്ഷരമറിയാത്ത എന്റെ ഉമ്മ എന്റെ ഉപ്പക്കേറെ പ്രേരണയായി. രാത്രി തളർന്നിരുന്നുറങ്ങുന്ന എന്റെ ഉപ്പയെ തട്ടിയുണർത്തി ലോകത്തെമ്പാടുമുള്ള മുസ്ലിം സമൂഹത്തിന്റെ പ്രതീക്ഷയും ഇസ്ലാമിക സമൂഹത്തിന്റെ ആവശ്യവും ബോധ്യപ്പെടുത്തി എന്റെ ഉപ്പയെ എന്റെ ഉമ്മ മോട്ടിവേറ്റ് ചെയ്തിരുന്നു എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കുടുംബത്തിന്, ഉപ്പാക്ക്, ഉമ്മാക്ക്, അനിയന്, ഇത്താത്താക്കൊക്കെ മോട്ടിവേഷൻ കൊടുക്കുന്നവരായി നമ്മൾ മാറണം. നമ്മളൊരു ഫോൺ കോൾ ചെന്ന ഇത്താത്താക്ക് ആശ്വാസം കിട്ടണം. നമ്മൾ ചെന്ന വല്യമ്മന്റെ അടുത്തിരുന്നിട്ട് ചുളിഞ്ഞവരുടെ ചർമ്മത്തിൽ തടവിയിട്ട് എന്തമ്മന്റെ വർത്താനം, വിശേഷമൊന്നുമില്ലല്ലോ അല്ലെ? നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് പോണത് അവർക്ക് ഗുളിക പൊട്ടിച്ചു കൊടുത്ത് അവരെ പുറത്തേക്കൊന്ന് കൈപിടിച്ചിറക്കി അവരെ കൂടെ വർത്തമാനങ്ങളിൽ ഇടപെട്ട് പോകാനാകണം. അയൽപ്പക്കത്തുള്ളവരോട് തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തണം. നമ്മുടെ മാറും തലയും മറച്ച ആ സുരക്ഷിതത്വത്തിന്റെ വസ്ത്രത്തിന്റെ ഉള്ളിൽ നമുക്ക് കടന്നെത്താവുന്നിടത്ത് മുഴുവൻ ഒരു വെള്ളരിപ്രാവിനെ പോലെ കടന്നെത്തി വരികൾ കൊണ്ട്, വാചകങ്ങൾ കൊണ്ട് തിരുത്തുന്ന ഒരു മഹാചരിത്രത്തിന്റെ തുടക്കമാകട്ടെ ടാഗോർ ഹാളിലെ ഈ സീറ്റിലിരുന്ന് നിങ്ങൾ നിർവഹിക്കുന്നത്. ഈ സീറ്റിലെ തീരുമാനങ്ങൾ അത് ജീവിതത്തിൽ ഉടനീളം നടപ്പിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അവന്റെ പരിശുദ്ധ സ്വർഗത്തെ അവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അമീൻ അമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.